കേട്ടോ 800-ൻ്റെ അടുത്ത വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതായത് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വണ്ടി അത്യാവശ്യം ലോഡ് ചെയ്ത് വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീലാർച്ച് നമ്മളൊന്ന് വൈഡ് ചെയ്യാൻ പോകണം. കാരണം ബാക്കിൽ ആ വീലും കാര്യങ്ങളൊക്കെ അവിടെ തട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കും വേണം. പോരാത്തിന് ബാക്കിൽ ഒന്നും കൂടെ പറ്റാവുന്നൊരു താഴ്ത്തണം എന്നുള്ളതാണ്. അത് ബോഡി ഒന്നും കൂടെ താഴ്ത്തണം, ലോവർ ചെയ്യണമെന്നും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഈ ലെവലിലേക്ക് നമ്മൾ ജസ്റ്റ് ട്രെയിൽ നോക്കിയിട്ടുണ്ട് അവിടെ വന്നിട്ടോ. ചെറുതായിട്ടൊന്ന് ബൈഡാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു മസിൽ കാറിൻ്റെ ലുക്കായിട്ട് ഈ ഒരു ഫ്രണ്ടത്തെ വീലിൻ്റെ മുകളിലത്തെ ആർച്ചും അതുപോലെ ബാക്കത്തെ വീലിൻ്റെ ആർച്ചും കൂടെ ക്ലിയർ ആക്കണം എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ പവർ സ്റ്റോക്കിൻ്റെ പുതിയൊരു കസ്റ്റം മോഡിഫൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൻ്റെ വീഡിയോസ് എടുക്കണം. ചെറിയ മായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡാർക്ക്നെസ് വീഡിയോയിൽ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വീലിൻ്റെ ഈ ഭാഗം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഈ വീൽ അയക്കാത്തന്നെ ഇവിടുന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ക്ലിയർ ആക്കിയിട്ടൊന്ന് ഏകദേശം രൂപം കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കേണ്ട ടൈമിൽ നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ ഓവറായിട്ട് വൈഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അളവെടുക്കാനും കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഇതൊന്ന് നിവർത്തി വെച്ചിട്ടുള്ളത്. പിന്നെ എന്നാൽ ഫ്രണ്ടറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ ഈ ഫ്രണ്ട് അയച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ബോഡിയാണ്, നമുക്ക് അവിടെ ബെൻഡടിക്കുന്ന ടൈമിൽ ഷേക്ക് ആവാനൊന്നും ചാൻസ് ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ നിന്ന് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഹെഡ്ലൈറ്റിനെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഈ പമ്പർ അയച്ചെടുത്തിട്ട് ഈ ഭാഗം ഹെഡ്ലൈറ്റ് കഴിച്ചിട്ട് ആ ഒരു ഭാഗം പക്കായിട്ട് നമുക്ക് ഫ്രണ്ട് അയച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണോ ഓപ്പോസിറ്റ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഏകദേശം വർക്ക് എടുക്കുന്നതിനനുസരിച്ച് വർക്ക് കഴിയണതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. വർക്കിൻ്റെ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഇത് പിടിച്ചു തരാൻ ഇതിന് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ഈ ഫിനിഷിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞത്. നമുക്ക് ആ ഒരു ബാക്കിൽ വരുന്ന ഒരു പമ്പറിനോട് ചാരിക്കാണ്ട് ആ ഒരു പീസ് സെറ്റ് ചെയ്യണം. അതുപോലെ അടിയത്തെ ഈ സ്കേർട്ടിനോട് ചാരിക്കാണ്ട് ഈ സ്പിറ്റ് വരണം എന്നുള്ള ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് പറഞ്ഞാൽ ഒന്നും കൂടെ താഴ്ത്തണം എന്നുള്ള ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സെറ്റായി വരികയാണ് പക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീൽ ഉള്ളിലോട്ടായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ താഴ്ത്തി കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തട്ടൂല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. തട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് തട്ടുക. ഇത് അപ്പുറത്ത് വീലിൽ കണ്ടാൽ അറിയാം ഇവിടെ നല്ല സ്ക്രാച്ചും കാര്യങ്ങളുണ്ട് അപ്പുറത്ത് വീലിൽ. അപ്പോൾ അത് ക്ലിയർ ആക്കാനും കൂടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അയച്ചു അതുപോലെ ഗ്രില്ല് പിന്നെ വരുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ആ സീൽഡറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ മുകളിലത്തെ ഗില്ലിൻ്റെ ബോൾട്ടും കാര്യങ്ങളും അതുപോലെ ഈ ഒരു ബോധത്തിൽ നമ്മൾ അയച്ചിരുന്നു, ഫ്രണ്ട് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതിന് ശേഷം കണ്ടോ, ജസ്റ്റ് ഈ ഒരു ഭാഗം മടക്കിയത് നിർത്തിയതിന് ശേഷം ഈ രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ആ ഒരു വീലുണ്ടോ ഔട്ട് ചെയ്യണത് അതിൽ വീലിൻ്റെ സെയിം ആയിട്ട് ഇപ്പോൾ കാണിക്കണത്. അതായത് ഈ വീലും ഈ ഒരു സെൻറ്ററും കൂടെ ഏകദേശം സെയിം രൂപത്തിലാണ്. ഓപ്പോസിറ്റ് ഉണ്ടോ, ഓപ്പോസിറ്റ് ഇതാ ഈ രീതിയിലാണ് മുമ്പ് വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു മടക്ക് നമ്മൾ നിർത്തിയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു കോണിനെ നമ്മളിങ്ങോട്ട് വൈഡാക്കി എടുത്തിട്ടുണ്ടെന്നുള്ള. പിന്നെ ബോയിൽ ഇത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ആലമ്പാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈനും കൂടെ നമ്മൾ കൊടുക്കും ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാത്ത രൂപം ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനി മാറ്റം വരുത്താണ്ട് ഞാൻ ഇനി ഈ ഒരു പമ്പർ നമുക്ക് കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാവും. പമ്പർ കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കും. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമുള്ളൊരു രൂപം എന്ന് പറഞ്ഞ ഇതാണ്. അത് ബാക്ക് നോക്കുമ്പോൾ ഈ പീസ് ഇത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫിനിഷ് ചെയ്ത് കാണിച്ചു തരാം. ബാക്ക് നോക്കുമ്പോൾ ഉണ്ടോ ആ ഒരു വീല് ഏകദേശം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് പൊങ്ങുന്ന ടൈമിൽ അതായത് വീല് ആ ഒരു ബോഡി അമരുന്ന ടൈമിൽ ഏകദേശം വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നതാണ്. വലിയൊരു തട്ടലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കർവായിട്ട് തന്നെ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഒടിക്കുന്ന ടൈമിൽ ഇവിടെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴും പൊടിക്കുമ്പോഴാണ് ഫ്രണ്ട് തട്ടുക, അല്ലാത്ത രീതിയിൽ പക്കയാക്കാറ്. അപ്പോൾ ആ ഒരു മുകൾ ഭാഗം വരുമ്പോഴും ഒന്ന് കൂടുതലായിട്ട് വൈഡാക്കി കൊടുക്കണം. പിന്നെ ഈ ഒരു പൊട്ടും കാര്യങ്ങളും മുമ്പായിട്ടുള്ള കേട്ടതുമേ. അപ്പോൾ അതിവിടെ ചെയ്യേണ്ടി വരും. ഇവിടെ വർക്ക് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ 3 ദിവസം 4 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പിന്നെ ഇത് ഫ്രണ്ട് ക്ലിയർ ആക്കാൻ അത്യാവശ്യം നല്ല പക്കായിട്ട് നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയും. ബാക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വീൽ അയക്കേണ്ട ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വീൽ സ്പാൻഡർ പറയുമ്പോൾ ആ സ്പെഷ്യൽ ടൂളാണ്. അപ്പോൾ അത് സാധനം സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ബാക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം അലമ്പായിട്ടാണ് ഇവിടെ നടക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മുകളിൽ അതുപോലെ മഴ ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് വർക്ക് എടുക്കാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും സെറ്റായി വന്നിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം പിടിച്ചു ഇതിനുള്ള കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിക്കി ഷോക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സ്പോയിലറും. അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ഇടാം. ഏത് അത്യാവശ്യം ലെങ്ത്ത് വരും എന്നുള്ളൊരു തോന്നലോട്. പിന്നെ ബാക്കി നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി അടുത്തേലും കാണിച്ചു തരാം. അതായത് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ പിടിക്കണേലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഫോണിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈൻറ്റ്. അതാണ് ഇതുവരെയും നമ്മൾ ഫേസ് കാണിക്കാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇതിന് പമ്പർ ഊരിയിട്ടുണ്ട് കേട്ടോ. പമ്പർ ഊരിയിട്ട് ബെസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുള്ളതാണ് അതിൽ. അപ്പോൾ ബാക്ക് സൈഡ്
ഏകദേശം ഉള്ളിൽ നിന്ന് അടിച്ചുകൊണ്ട് പരത്തി ഫ്രണ്ടിലേക്കാക്കി അത് മോൾ ഭാഗത്തേക്കാക്കി ഈ വീൽ നമ്മൾ അയച്ചു നിന്നിട്ടോ കുത്തൊക്കെ കൊടുത്തുകൊണ്ട് സെറ്റ് ആക്കിയാണ്ട് ഓപ്പോസിറ്റ് ഉണ്ടോ ഇത് കാണുമ്പോൾ അല്ല ഇതിൽ പിന്നെ 2 ലെയറാണ് ഇവിടെ വരുന്നത് ആ 2 ലെയറിന് നമ്മൾ അടിച്ചുകൊണ്ട് പൊക്കിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ അത്യാവശ്യം ഇങ്ങോട്ട് ബൾജായി നിൽക്കുന്നുണ്ട് പിന്നെ അതല്ല ഈ ഒരു ഐറ്റം നമ്മൾ കമ്മിയാക്കുന്ന ടൈമിൽ നമുക്ക് ആ വീടിന് ഒപ്പായിട്ട് കിട്ടും ചെയ്യണം അത് ആ രീതിയിൽ ചെയ്യണം എന്ന് എഴുതിട്ടോ പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തട്ടിയിട്ട് ഈ ഒരു പീസ് ഇവിടെ തട്ടിയിട്ട് ഉള്ളിലേക്ക് പോയി ഇതുണ്ടോ സ്ക്രാച്ച് ഉണ്ട് അതുമേ ആ ഉള്ളിലേക്ക് ബെൻഡായിട്ട് ഉള്ളിലേക്ക് കയറി പോയി 2 സൈഡും ഇതുണ്ടോ 2 ലെയറും കൂടെ വേർതിരിക്കുക കേട്ടോ അതായത് ഈ ഒരു പീസ് കയറ്റിയതിനു ശേഷം അത്ര കാണുന്നതാ ഈ ഉള്ളത്തെ ലെയർ പറഞ്ഞത് ഷോർട്ടായിട്ട് നമ്മൾ 2ഉം കൂടെ അടിച്ചുകൊണ്ട് മുകളിലേക്ക് ആക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ലെയർ കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് പുറത്തേക്ക് നിൽക്കും അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കർവായിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് കരുതുന്നത് ഇങ്ങനെ കർവായിട്ട് പക്ഷെ അതിന് നമുക്ക് ഇതിലടിച്ചത് ക്ലിയർ ആക്കുന്ന ടൈമിൽ ഇവിടെ നമ്മൾ പിടിച്ച് ബെൻഡാക്കുന്ന ടൈമിൽ ഇത് ഉള്ളിലോട്ട് പോകും ഈ ഒരു പീസ് ഇപ്പോൾ ബാക്കത്തെ ഫ്രണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കത്തെ ഭയങ്കര ടാസ്ക് കേട്ടോ ഫ്രണ്ടിലുണ്ടോ അപ്പോൾ അതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുൾ അടിച്ച് പക്കായിട്ടുണ്ട് ഇത് നമ്മൾ മുമ്പ് അടിച്ചിട്ടാണത് ഇവിടെ വേറെ കളർ വന്നിട്ടില്ല മഴ കൊണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ തട്ടൂല കാരണം ഈ വീടിൻ്റെ പുറത്തേക്ക് വന്നു കേട്ടോ പുറത്തുണ്ടോ പിന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ടാവും നമ്മൾ പുട്ടിട്ടാണ്ട് ബാക്കി പെയിൻ്റ് അടിച്ച് പക്കാക്കിയാലാണ് ബാക്കി കാര്യങ്ങൾ കയറാവുന്നുള്ളൂ കേട്ടോ ബാക്കി ഉണ്ടോ ഈ ലെയർ മുകളിലത്തെ ലെയർ നമ്മൾ ഇതിൻ്റെ രൂപത്തിൽ കൊണ്ടുവരണം എന്താ പറയുക വെച്ചാൽ ഈ ഒരു ബെഞ്ച് ഉണ്ടോ ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ വരണം ആ ലെയർ അല്ലാന്നുണ്ടെങ്കിൽ ബോറായിട്ടാണ് പിന്നെ ഇതുണ്ടോ ഉള്ളത്തെ ലെയർ നടിയിക്കണുണ്ടോ ഇതിപ്പോൾ ഇത് വൃത്തിയാക്കിയതിനു ശേഷം ഇവിടെ ഒരു പിന്നെ പൊള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയതിനു ശേഷം പിന്നെ അടിഭാഗം പോയി തട്ടിയാണ് ക്ലിയർ ആക്കാന്നുള്ള ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോറാണ് കേട്ടോ ഒരു എൻഡ് പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല ഫ്രണ്ട് ചെയ്ത പോലെ പക്ഷെ ഇവിടെ സ്റ്റാർട്ടിങ് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഫ്രണ്ടിക്ക് നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ലെയറുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഇവിടുന്ന് ഇങ്ങനെ ബെൻഡാക്കി എടുക്കാമെന്നുള്ള ഇത് കാര്യം കേട്ടോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് ഉണ്ട് നമ്മൾ കരുതും പോലല്ല ബാക്ക് സൈഡ് ഫ്രണ്ട് പറഞ്ഞാൽ ഈ ഫ്രണ്ടെണ്ണം അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാം പിന്നെ പറഞ്ഞാൽ അത്യാവശ്യം ഡാർക്കായിട്ടോ ഇവിടെ ഫുൾ സൗണ്ടാണ് ടീം ഉണ്ടെന്നത് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇത് ഈ ഒരു സൈഡ് വരുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഈ ഓരോ ഭാഗത്ത് ഓരോ സ്പോട്ട് വരുന്നത് കണ്ടോ ഓരോ ഭാഗത്ത് ഓരോ ടച്ചിങ് ഉണ്ട് അതൊക്കെ പൊട്ടിക്കണം അപ്പോൾ പൊട്ടിച്ചതിന് ശേഷം ഇവിടെ എടുത്തിരിക്കണം എന്നുള്ള കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ പിന്നെ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ട് റൈച്ചാണ് ചെയ്യുക ബാക്കത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ടാസ്ക് ഉണ്ട് ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പുട്ടി ഉണ്ടല്ലോ ഇവിടെ പുട്ടി വർക്ക് ആ പെയിൻറ്റിങ്ങിന് ഏകദേശം സെയിമാക്കി വെച്ചു ബാക്കി പുട്ടി ഇടുമ്പോൾ ഈ ഒരു ഇതുണ്ടോ ഇവിടെ ഒരു കർവുണ്ട് ആ കർവ് ഇങ്ങനെ സെറ്റായി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഫിനിഷ് ആവും പിന്നെ ഇവിടെ കാരണം നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഇവിടെ അടിച്ചാണ്ട് ഈ ഗ്ലൂ എടുക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നോക്കണം പിന്നെ ഇതിൻ്റെ വീലിട്ടപ്പോൾ ഏകദേശം വീല് ഈ ഭാഗം ഉള്ളിലേക്ക് കേട്ടോ ആ ഒരു സൈഡ് വീല് കുറച്ച് പുറത്തേക്ക് കൂടുതലുള്ള പോലെ ഉണ്ട് കാരണം ഈ ആമിൻ്റെ സീനാണോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം ആമ ഒന്ന് ആ ഭാഗത്ത് ആമ് ബെൻഡായിട്ടുണ്ട് അടിഭാഗം അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ ഒരു വീല് അപ്പോൾ നമ്മൾ വീലിനനുസരിച്ചിട്ടല്ല ഇതിൻ്റെ അളവെടുക്കുക കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ അളവെടുത്തിട്ട് ഇവിടെ നിന്ന് ബെൻഡ് അടിക്കണം ഉള്ളിലേക്ക് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ ഒരു മുതൽ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒപ്പാക്കിയിട്ട് എത്രത്തോളം വരുന്നത് നോക്കണം ഈ ഒരു മുതൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ ഇട്ടിട്ട് ഈ ഒരു ഭാഗം ബെൻഡാക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കണം അങ്ങനെ കരുതുന്നത് കാരണം വെച്ചാൽ ഇതിനുള്ളിലേക്ക് പിന്നെ കച്ചറിങ്കാരൻ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെസ്റ്റ് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞാൽ നേരെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ടല്ലോ അവിടേക്കാണ് ഇതിൻ്റെ ഔട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അത് ക്ലോസ് ചെയ്യണം പിന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെയ്യണം പിന്നെ ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐറ്റ് ഫിഷ് ഉണ്ട് ഇവിടെ ഈ ഐറ്റ് ഫിഷ് പറഞ്ഞാൽ കമ്പനിയല്ല വേറെ ഗേറ്റുകളിലാണ് കണ്ടറില്ല അതിന് മുകളിൽ ഈ ഭാഗത്തുണ്ടോ അപ്പോൾ അത് കമ്പനി ചെറിയൊരു ഫിഷ് വരുന്നുണ്ട് ആ ഫിഷ് നമുക്ക് കിട്ടിയാലേ നമുക്ക് ആ സ്പ്രിങ് അതിന് ഐറ്റ് ഫിഷ് ഒഴിവാക്കാൻ കഴിയുള്ളൂ കാരണം ചില സ്പ്രിങ് പിന്നെ ഫ്രീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചാടിപ്പോവും അപ്പോൾ അങ്ങനെ സംഭവമുണ്ട് പിന്നെ ഉള്ളിലത്തെ ലെയർ നമ്മളേതാ ഏകദേശം ഈ ലെവലിക്ക് നിവർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ അത്യാവശ്യം പക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഈ ലെയർ ഇതും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചാണ്ട് ഇവിടെ ബെൻഡാക്കണം ഇത് ചെറുതായിട്ട് താഴ്ത്തണം ഇത്ര പൊക്കത്തിൽ വേണ്ട ഞാൻ എന്താ വെച്ചാൽ ഇതിനുള്ളിൽ ഇവിടെ ഒരു പൊള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ ഒരു എൽബോ ഇങ്ങനെ കർവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം ഇത് രണ്ടും കൂടെ പീസാക്കി നമ്മൾ അടിക്കുന്ന ടൈമിൽ നമുക്ക് ഇത് വലുപ്പമില്ലാത്തതുകൊണ്ട് കണ്ടോ ഈ ഒരു പീസ് നമുക്ക് എത്തില്ല അപ്പോൾ ഇത്രത്തോളം നമ്മൾ മുകൾക്ക് പൊക്കും ചെയ്തതിന് ഇവിടെ ഒരു പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇതൊരു ഉണ്ടായിട്ട് ഇങ്ങനെ ബൾജായി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തൊരു സൊല്യൂഷൻ കാണണം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബെൻഡാക്കലോ സ്പോട്ട് അടിക്കലോ ബെൻഡാക്കാൻ ബെറ്റർ പിന്നെ ഈ ഇതാണ് ബുഷ് പറഞ്ഞത് മുമ്പ് പറഞ്ഞ ബുഷ് എടുത്ത് ഒഴിവാക്കാം പക്ഷേ നമുക്ക് ഈ ഒഴിവാക്കുന്ന ടൈമിൽ പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ളൊരു ബുഷ് വേറെ പറ്റും കമ്പനി ബുഷ് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നത് ആ ബുഷ് കയറ്റാതെ ഇത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണേൻ്റെ ഇടയിൽ ചാടും അപ്പോൾ അത് കിട്ടിയിട്ടേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ
അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം പക്കായിട്ട് ടാപ്പ് അടിച്ചാൽ കട്ട് ചെയ്ത് കണ്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഇത്രയും പണിയുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ എത്തുന്ന ടൈമിൽ ഇവിടെ കട്ടിങ് ഇങ്ങനെ വരും. അപ്പോൾ അത്രയും കട്ടിങ്ങിനുള്ളിൽ നമ്മൾ പുട്ടി കയറ്റണം. അതിനെ പുട്ടി കയറ്റുന്ന ടൈമിൽ പിന്നീട് പൊട്ടാനും ഒരു ചാൻസ് ഇല്ല. ഇത് കാരണം കമ്പനി ആ ഒരു മുതലിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അതാട്ടോ അതിൻ്റെ അളവ്. അതായത് ഈ ടാപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുക പറഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിൽ കട്ടിങ് കൊടുക്കും, എന്നിട്ട് അങ്ങോട്ട് ബെൻഡ് അടിക്കും. ആ ബെൻഡ് അടിക്കും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഗ്രിപ്പ് കാരറ്റ് പിടിച്ചിട്ട് കണ്ടോ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ട് ബെൻഡാക്കും. അങ്ങനെയാണ് പ്ലാന്. അങ്ങനെ ബെൻഡ് ആയിട്ട് നമുക്കിവിടെ ബൾജായിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഇത്രയും പുറത്തേക്ക് പൊതിച്ച് നിൽക്കേണ്ടതെന്ന് എഴുതിയിട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു പമ്പറിൻ്റെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നാൽ മതി. ഉണ്ടോ ഫ്രണ്ടിലത്തെ പറഞ്ഞാൽ അത്ര പുറത്തേക്കില്ല. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം സെയിമായി നിന്നോട്ടെന്ന് എഴുതിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതുപോലെ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഓരോരോ ഭാഗങ്ങൾ ബെൻഡാക്കി എടുക്കുക. ഈ ബെൻഡാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കേട്ടോ ഇതിൽ കയറി നിൽക്കണം. ഇത്ര കാലം കാണേണ്ട അറിയില്ല. ഇവിടെ കയറി നിന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് 2 ലെയറും കൂടെ ഒന്നായി കിട്ടും. പിന്നെ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിയിട്ട് പുട്ടിട്ടാലും ശരിയാവുന്നില്ല കേട്ടോ. പറ്റിയത് കാരണം ഈ എൻഡ് വരുന്ന ടൈമിൽ ഇവിടെ പുട്ടിട്ടാലൊന്നും ഫ്രെയിം കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോഡിയിൽ നിന്ന് ആ ഒരു കർവ് ആകുമ്പോൾ കിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ബെൻഡായിട്ട് വരും. അപ്പോൾ അത് ഈ തല വരെ അങ്ങനെ ചെയ്യണം. പിന്നെ ബെൻഡ് അടിച്ചതിന് ശേഷം ഇവിടെ പ്രസ് ചെയ്ത് കണ്ട് ടൈറ്റ് ആക്കണം. ഇതുകൊണ്ടോ ഈ സംഭവം വെച്ച് കണ്ടാണ് നമ്മളിത് പ്രസ് ചെയ്യുക. ജസ്റ്റ് പറഞ്ഞു തന്നു. ഇതിൽ വെച്ച് കണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒപ്പം കിട്ടും. എന്നിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് താഴ്ന്നു വരും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്ര പൊക്കം വേണ്ട. ഈ ഒരു ഇത് കേട്ടോ, ഈ ഒരു ബെൻഡ് ഇങ്ങനെ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ബെൻഡ് അടിച്ച് ഉള്ളിലേക്ക് വെച്ച് ഇത് കണ്ടോ പക്ക ഫിനിഷിങ്. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകും. എന്താ വെച്ചാൽ കട്ട് ചെയ്ത് എന്താ വെച്ചാൽ വലിയൊരു ഭാഗം ഇങ്ങനെ ബെൻഡാക്കുമ്പോൾ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ അത്യാവശ്യം തമ്മിൽ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സെറ്റാവും. ഒരു എൻഡ് പോലെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ്. പിന്നെ ചെറിയൊരു ബൾജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം വെച്ചാൽ അത് അത്രയും സെറ്റ് എടുക്കാൻ കഴിയില്ല. പിന്നെ ചെറിയൊരു ഭാഗങ്ങൾ പുട്ടിടേണ്ടി വരും. പരമാവധി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു കറിവും ബെൻഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാക്കുന്നുണ്ടോ അതിലൊരു സെറ്റപ്പ് ഉണ്ടോ, ആ ഒരു കറക്റ്റ് ആ ഫിനിഷിംഗ് ആണ്. ഞാൻ പുട്ടി വർക്കും കൂടെ വന്നാൽ സെറ്റാണ് കേട്ടോ. കറക്റ്റ് ലൈനാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ബാക്ക് നോക്കുമ്പോൾ ഉണ്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള പീസില്ല ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറാണ്. ഇതിന് സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് ബെൻഡാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇതൊരു മാറ്റം. ഇതെന്താ വെച്ചാൽ നമ്മൾ അത് 2 ലെയർ ഉണ്ടാകുമ്പോൾ ഞാൻ ബെൻഡാക്കിയിട്ട് ഈ കണ്ടത് കേട്ടോ. അവിടെ ഗ്രൂ ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ പിടിച്ചാണ്ട് ഇങ്ങനെ ബെൻഡാക്കുന്ന ടൈം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബെൻഡാക്കുന്നു. അപ്പോൾ ഗ്രൂ ആയിട്ട് വന്നു. പക്ഷേ ഇത് പൊളിച്ചിട്ട് ഇതിങ്ങനെ വിടർത്തിയിട്ട് ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബെൻഡ് അടിച്ചാൽ പോരെന്ന് തോന്നും. പക്ഷേ അതല്ല, അതുമ്പോൾ കുറച്ച് പണിയുണ്ട്. പിന്നെ ഇത് നമുക്ക് അതുപോലെ ചെയ്യണം. കാരണം വെച്ചാൽ ടാപ്പ് അടിച്ചിട്ട് ഇത് ഉള്ളിലത്തെ ഒരു പീസുകൾ മടക്കി നിർത്തിയാട്ടോ. ടാപ്പ് അടിച്ചിട്ട് ഇവിടെ കറക്റ്റായിട്ട് ബെൻഡാക്കി കൊണ്ടുപോകണം. എന്നാൽ ആ ഒരു ഇവിടെ ഈ ഒരു എൻ്റെ ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം നല്ല മൂർച്ചയാണ്. അതുകൊണ്ട് ബെൻഡാക്കി എടുത്തിട്ടുള്ളതിൻ്റെ ഒരു പക്കൗട്ട് ആ വീലുമ്പോൾ തട്ടിയാലും ഇതിനൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ സെറ്റ് ചെയ്താൽ ഫുള്ളായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ സൈഡിനേക്കുള്ള ഒന്നും കൂടെ പക്കായിട്ട് ഫാസ്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കണമല്ലോ എത്ര കട്ട് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. ഇതുകൊണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ പക്കായിട്ട് സ്റ്റഡി ആക്കണം. എന്നാലും അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ അങ്ങോട്ട് അടിക്കുന്ന ടൈമിൽ ആകെ ബൾജായിട്ടുണ്ടാവും കേട്ടോ. ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെൻഡായിട്ട്. അതുപോലെ ഇത് സ്റ്റഡി ആക്കിയാൽ ഇത് പക്കായിട്ട് ലൈൻ ഇട്ടുകൊണ്ട് ബെൻഡാക്കണം കേട്ടോ. ഇതിൻ്റെ ഫിറ്റിങ് ഏറെക്കുറെ ഫുള്ളായി. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഒന്നും ഫിനിഷ് ചെയ്യാണ്ട്. പക്ഷേ അതിന് മുമ്പേ പറഞ്ഞാൽ ഈ വിഷയം ഉണ്ടോ, ഈ വിഷയം നമുക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് ചെറിയ വിഷയം ഇടണം. എന്നിട്ട് അതുപോലെ ഒന്ന് ലോവർ ചെയ്ത് എത്രത്തോളം താഴത്തേക്ക് ഇറങ്ങും നോക്കണം. അതുപോലെ തന്നെ ഈ വീലുമ്പോൾ തട്ടുണ്ടോന്നും കൂടെ നോക്കണം. എന്നിട്ട് ഇത് അഥവാ ഇതിൽ പക്കായിട്ട് നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ചെറിയ പീസിന് ഇടണം. ഫസ്റ്റ് ഇത് ട്രെയിൽ നോക്കുക, ഇവിടെ നമുക്ക് തട്ടുണ്ടോ. ഇതിൻ്റെ ഈ വീല് ഏകദേശം ഈ ലെവലിലേക്ക് എത്തിയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആർച്ച് പക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതായത് ഇതുമ്പോൾ ക്ലിയർ ആക്കി ഈ വീലുമ്പോൾ കറക്റ്റാക്കി നമുക്ക് റൗണ്ട് പക്കായിട്ട് കിട്ടും. ഫുള്ള് താഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബുഷ്, അതായത് കമ്പനി ഓൾറെഡി ഫസ്റ്റ് ടൈം ഉള്ള ബുഷ് പിന്നീട് കയറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡ് 2 സൈഡിലേക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇത് ഓൾറെഡി സ്പ്രിങ് കട്ട് ചെയ്താണ്. അതിനടിയിൽ ബെഡിൽ സീറ്റിംഗ് അല്ല ഈ മുതൽ. പക്ഷേ പിന്നെ എന്താ വെച്ചാൽ മുകളിൽ ഇത് സീറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയ്ക്കാവും. അടിയിലൊരു ഗ്രൂ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ് തന്നെ, ഈ ബെഡുമ്പോൾ തന്നെ അങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഈ സ്പ്രിങ് ഇത് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ലോവർ ചെയ്യുക. അതിലേക്കും ബെറ്റർ പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിന് ടെൻഷന് കുറച്ചാൽ മതി. അപ്പോൾ ലോവറായി കിട്ടും ചെയ്യും. മുകളിലത്തെ അടിയത്തി ആ സീറ്റിങ് മാറിപ്പോകില്ല. അപ്പോൾ അതും കൂടെ ലോവർ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ഈ ആർച്ച് നമുക്ക് ഈ എൻഡ് വരുന്നുണ്ടോ ഭാഗമുണ്ടല്ലോ, അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇതുണ്ടോ. അപ്പോൾ ആ കട്ടിങ് ഞങ്ങൾ ഇങ്ങോട്ട് പൊളിച്ച് നിൽക്കുന്ന ടൈമിൽ പറഞ്ഞാൽ കുറച്ച് ലെങ്ത്തും കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഈ എൻഡ് പറഞ്ഞാൽ അലമ്പായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം
ബെൻഡായി കൊടുക്കണം. എന്നാലും നമുക്ക് അത്യാവശ്യം ഇത് അത്യാവശ്യം ബലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ ഷേക്ക് ഔട്ടോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെയാണ് ചെയ്യണത്. അപ്പോൾ കേട്ടോ ഫ്രണ്ട് റൈറ്റ് സൈഡ് സെറ്റായി. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട്. ഫ്രണ്ട് ബാക്കത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് ഹൈറ്റ് കൂടുതലാട്ടോ. പിന്നെ നമ്മൾ രണ്ടാൾ ഫ്രണ്ട് കയറിയാൽ തന്നെ അത്യാവശ്യം താവും. പിന്നെ ബാക്കിൽ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സീനായി വരാൻ ചാൻസ് ഇല്ല ബാക്കിൽ. അപ്പോൾ ഫ്രണ്ടിക്ക് ഇത്ര ഹൈറ്റ് ഉള്ളത് നന്നാവും. കാരണം എയർ സസ്പെൻഷനും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അധികം ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും ഫ്രണ്ട് നമ്മൾ കയറുന്ന ടൈമിൽ. പിന്നെ ഇതും കൂടെ ഒക്കെ സെറ്റാകണം. ഇത് മടക്കുന്ന ടൈമിൽ ഒന്നും കൂടെ ആ ഒരു ക്ലിയറൻസ്, അതായത് ആ ഒരു ഗ്യാപ്പ് ഒന്നും കൂടുകയും ചെയ്യട്ടെ മടക്കുന്ന ടൈമിൽ. കാരണം മടക്കില്ല എന്നുണ്ടെങ്കിൽ അതൊരു വൃത്തികേടാണ്. അപ്പോൾ അത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള കേട്ടോ. രാവിലെ തന്നെയാണ് നമ്മൾ വീലാർച്ചും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതുണ്ടോ. അപ്പോൾ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ടീം എത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ റീൽസായി ഇടാന്നുള്ളതാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ, പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.